അതിനു മുമ്പ് എന്തൊക്കെയാണ് ഈ 500 കോടി സ്വത്തുവകളെന്ന് നമുക്ക് വിശദമായിട്ട് അറിയണ്ടേ? ഈ 500 കോടി സ്വത്തിൽ ടോട്ടലായി ഗായത്രി ആന്റിയുടെ ക്യാഷ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, പേറ്റന്റ്സ്, ബോണ്ട്സ്, ഷെയർസ്, മെഷീനറീസ്, ഇക്വിറ്റി, ടാൻജിബിൾ അസറ്റ്സ്, ഇൻടാൻജിബിൾ അസറ്റ്സ്, പിന്നെ ഫർണിച്ചർ, വെഹിക്കിൾസ്, അങ്ങനെ ഗായത്രി ആന്റിയുടെ എല്ലാ സ്വത്തും ഇതിലുണ്ട്. സത്യം പറഞ്ഞ ഗായത്രി ആന്റി നമ്മുടെ കുടുംബത്തിലെ ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു. അവരിന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്നെ നോട്ടീസ് ചെയ്യുന്ന തരത്തിലൊരു വലിയ വ്യക്തിത്വമായി മാറിയേനെ. പക്ഷെ അവരെന്നില്ല. ഈ താക്കോൽ കൂട്ടം എന്താ? ഒരുപാടുണ്ടല്ലോ അത്. ഇത് ഗായത്രി ആന്റിയുടെ ആഭരണ പെട്ടികളുടെയും ലോക്കറിന്റെയും ചാവീസാണ്. ഇനി ആ ലോക്കറിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നെറ്റിച്ചുട്ടി, കങ്കണം, തോട, ജിമിക്കി, പിന്നെ കമ്മൽ, നെക്ലസ്, ഒഡ്യാണം, ചിലങ്ക, കാശുമാല, ചെയിൻ, പിന്നെ മൂക്കുത്തി, കൊലുസ്, ബ്രേസ്ലെറ്റ്സ്. ഇതെല്ലാം പ്യൂർ ഗോൾഡ് ആണ് കേട്ടോ. ഗോൾഡ് മാത്രം, തനി തങ്കം. തീർന്നില്ല. ഇനി വെള്ളിയിൽ തീർത്ത പൂജാ സാമഗ്രികൾ, പിന്നെ പ്ലാറ്റിന ആഭരണങ്ങളുണ്ട്, പിന്നെ വൈര്യം, വൈഡൂര്യം, പവിഴം, മരതകം, പിന്നെ ഗോമേതകം, മുത്ത്, ഇന്ദ്രനീലം, പുഷ്യരാഗം, മാണിക്യം. ശരിക്കും പറഞ്ഞ പ്രഷ്യസ് ആയിട്ടുള്ള നവരത്നങ്ങൾ വരെ നമ്മുടെ ഗായത്രി ആന്റിയുടെ കളക്ഷൻസിലുണ്ട്. അങ്ങനെ മൊത്തം 95 കിലോ. അപ്പോ ഇതെല്ലാം ചേർന്നതാണ് ഈ 500 കോടി സ്വത്ത്. ഇനി ഇതെല്ലാം ആരുടെ പേരിലാണ് ആന്റി ഇഷ്ടദാനമായിട്ട് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം അല്ലേ? വിശാൽ ആരെയാണോ കല്യാണം കഴിക്കുന്നത് അവൾക്കാണ് ഈ സ്വത്തൊക്കെ അനുഭവിക്കാനുള്ള യോഗമെന്നാണ് ഈ ഇഷ്ടദാനത്തിൽ കുറിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് പാർവതി. 500 കോടിക്ക് നീയാ ഇനി ഒരേ ഒരു അവകാശി. പാർവതി മാത്രം അങ്ങനെ പൊക്കി പറയണ്ട. ഈ വീട്ടിൽ വിശാലിനെ മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു പെൺകുട്ടി കൂടി ഉണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്ക ആന്റി. ഞാൻ വീട്ടിലെ വിശാലിനെ മാത്രം സ്വപ്നം കണ്ടിരിക്കുന്നത് എന്തിനാ? എന്നെ കല്യാണം കഴിക്കാന്നും പറഞ്ഞ് വാക്ക് തന്ന് മോഹിപ്പിച്ചതിന്. അപ്പോ ഞാനും ഈ വീട്ടിലെ മരുമോള് തന്നെയാ. ഈ സ്വത്തിന്റെ എല്ലാ അവകാശിയും ഞാനാ, ഈ ജാസ്മിൻ. വെറുതെ ആഗ്രഹിച്ചതുകൊണ്ടോ സ്വപ്നം കണ്ടതുകൊണ്ടോ കാര്യമില്ല ജാസ്മിൻ. ലീഗലായി ആരാണോ വിശാലേട്ടന്റെ വൈഫ് അവർക്കാണ് ഈ സ്വത്തുകളെല്ലാം.
ഈ പാർവതിക്ക് എന്തറിയാം? ഈ 500 കോടി അവളുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ആഭരണങ്ങളൊക്കെ എങ്ങനെ അണിയണമെന്ന് അവൾക്കറിയോ? കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ ആവും അത്. കയ്യിലിടേണ്ട ആഭരണം അവള് കാലിലിടും, കാലിലിടേണ്ടത് കയ്യിലും. എന്തിനും ഒരു യോഗ്യതൊക്കെ വേണ്ടേ? പാത്രം അറിഞ്ഞേ വിളമ്പാവും. ജാസ്മിൻ ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. ബിസിനസ് നോളജ് ഉള്ള ഒരാളുടെ കയ്യില് ഈ 500 കോടി സേഫ് ആയിരിക്കും മോളെ. ജാസ്മിൻ വിദേശത്തൊക്കെ പഠിച്ച കുട്ടിയല്ലേ? അത് മാത്രമോ, പ്രഗത്ഭനായ ഒരു വക്കീലിന്റെ മോള്. അവളുടെ കയ്യില് ഈ സ്വത്തൊക്കെ ഇരിക്കുന്നതാണ് സേഫ്. അല്ലാതെ അപ്പാവിയായിട്ടുള്ള ഈ പാർവതിയുടെ കയ്യില് ഈ സ്വത്തല്ലായിരുന്ന അവളെ പറ്റിച്ച് ആരെങ്കിലും ഇത് മോഷ്ടിച്ചോണ്ട് പോവും. ആ, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പാർവതിക്ക് ഒരു യോഗ്യതയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. അതിനുള്ള യോഗ്യത പാർവതിക്ക് മാത്രമാണ്. അതിലൊരു തർക്കവുമില്ല. പിന്നെ പുറത്തുനിന്ന് ആരും വന്ന് അത് മോഷ്ടിക്കത്തുമില്ല. മതി കാർഗി, ഇനി ഇതും പറഞ്ഞോളൂ. നിങ്ങൾ തമ്മിൽ തല്ല നിൽക്കണ്ട. ആരാണ് കേമിന്ന് അറിയാൻ ഒരു പന്തയം വെച്ചാ പോരെ? അപ്പൊ അറിയാലോ ആർക്കാണ് യോഗ്യതയെന്ന്. പാർവതി, നിനക്ക് ഡോളറിന്റെ മുമ്പില് ഇന്ത്യൻ റുപ്പിയുടെ മതിപ്പ് എന്താന്ന് അറിയോ? ഇന്ത്യയുടെ GDP എന്താന്ന് അറിയാമോ? അറ്റ്ലീസ്റ്റ് GST, സെൻസെക്സ് അതെന്താണെന്നെങ്കിലും അറിയോ? കടയിൽ പോയി മല്ലിയും മുളകും വാങ്ങാനല്ലാതെ പാർവതിക്ക് ഈ കാശിന്റെ ഉപയോഗത്തെ കുറിച്ച് എന്തറിയാൻ? എന്റെ ജാസ്മിനെ, നീ വായിട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല. അവക്കൊന്നും മനസ്സിലാവില്ല. കണ്ടില്ലേ പായം പൊളിച്ചു നിൽക്കുന്നേ. നമസ്കാരം മാഡം. നമസ്കാരം. മാഡം, ഞങ്ങൾക്ക് വിശാൽ സാറിനെ ഒന്ന് കാണണമായിരുന്നു. എന്തു പറ്റി? കമ്പനിയിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്. സാറിനെ ഒന്ന് വിളിക്കാമോ? അതിനെന്താ, ഇപ്പൊ വിളിക്കാം. ഓ, വിശാൽ ബ്രോ, ഓഫീസിൽ നിന്ന് ധാരാളം പേര് വന്ന് നിൽക്കുകയാണല്ലോ. ലക്ഷണം കണ്ടിട്ട് എന്തോ പ്രോബ്ലം ഉണ്ടെന്നാ തോന്നുന്നത്. അച്ഛമ്മേ, ഞാൻ പ്രസാദം എടുത്തിട്ട് വരാം. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് തൊഴിലാളികൾ വന്നിട്ടുണ്ട്. അവർ സമരം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട് സാർ. പെട്ടെന്ന് അവർ സ്ട്രൈക്കിലേക്ക് നീങ്ങിയാൽ അത് പ്രോബ്ലം ആവുമല്ലോ. എന്താ അവരിങ്ങനെ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ കാരണം? അത് പിന്നെ സാർ, നമ്മൾ ഡിറ്റർജന്റ് പൗഡർ എക്സ്പോർട്ട് ചെയ്തിരുന്നില്ലേ, അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ലേബേഴ്സിനെ മൊത്തം മാറ്റിയിട്ട് പുതിയ മെഷീനറി യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നില്ലേ, അതാണ് സാർ പ്രശ്നം. തൊഴിലാളികളെ പിരിച്ചുവിടരുതെന്നാണ് അവർ പറയുന്നത്. പിരിച്ചുവിട്ടാൽ മരണം വരെ സമരം ചെയ്യുമെന്നാണ് യൂണിയൻ പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണം സാറേ? വിശാലേട്ടാ, എന്താ പ്രോബ്ലം? അത് ശ്രീദേവി,
2 കിലോയുടെയും 1/2 കിലോയുടെയും ഡിറ്റർജന്റ് പൗഡർ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. അതിന് സെയിൽസ് വളരെ കുറവാ. അതുകൊണ്ട് 3/4 കിലോയുടെയും 300 ഗ്രാമിന്റെയും പാക്കറ്റുകളാക്കി മാറ്റാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി പുതിയ പാക്കിംഗ് മെഷീൻ ഓർഡറും കൊടുത്തു. മെഷീൻ വഴി പാക്ക് ചെയ്യുമ്പോൾ പഴയ സ്റ്റാഫിനെ നമുക്ക് ആവശ്യമില്ല. പുതിയ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നവരെ നിയമിക്കേണ്ടിയും വരും. അതറിഞ്ഞ് പഴയ തൊഴിലാളികൾ സമരത്തിന് വരുന്നത്. വിശാൽ, സമരക്കാർക്ക് മുമ്പിൽ വേദം ഒതിയിട്ട് കാര്യമില്ല. ഒന്നുകിൽ ഇവറ്റകളെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. പട്ടിണി കിടന്ന് എല്ലാം ഒതുങ്ങിക്കോളും. നീ ഇവറ്റകളുടെ കൈയും കാലും ഒന്നും പിടിക്കാൻ പോലെ. ചേച്ചി പറഞ്ഞതാ കറക്റ്റ്. ലേബേഴ്സിന്റെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിന്നാല് അവറ്റകൾ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. കഴിഞ്ഞ കോവിഡ് സമയത്ത് എത്ര കമ്പനീസാ അവരുടെ ലേബേഴ്സിനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. നമ്മൾ ലീഗലായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തില് വേറൊന്നും പേടിക്കാനില്ല. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായ ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. പ്രസാദം. മോളെ, എനിക്ക് വലിയ സ്പൂൺ വേണ്ട, ഒരു ചെറിയ സ്പൂൺ മതി. ചെറിയ സ്പൂൺ എന്തിനാ മുത്തശ്ശി? ഇതല്ലേ നല്ലത്. വലിയ സ്പൂൺ ആണെങ്കിലേ ഞാൻ അറിയാതെ ഒരുപാട് കഴിച്ചു പോകും. എനിക്ക് ഷുഗർ അല്ലേ. ചെറിയ സ്പൂൺ ആണെങ്കിൽ പിന്നെ പേടിക്കണ്ടല്ലോ. കുറച്ചല്ലേ കോരി കഴിക്കൂ. ചെറിയ സ്പൂൺ. പാർവതി, പാർവതിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സൊല്യൂഷൻ പറയാനുണ്ടോ? അത് ചുക്കും ചുണ്ടാമ്പും തിരിച്ചറിയാത്ത പാർവതി എന്ത് സൊല്യൂഷൻ പറയാനാ? എന്നോട് ചോദിക്ക്, ഞാൻ പറയാം. സമരം ചെയ്യുന്നവരെയൊക്കെ വെടിവെച്ച് ഓടിക്കണം. അതാ എന്റെ സൊല്യൂഷൻ. പാർവതി പറയേ. അത് പിന്നെ ഞാൻ എന്ത് പറയാനാ? എനിക്ക് ജാസ്മിന്റെ അത്ര പഠിപ്പും വിവരമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ പറയാം. അത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മണ്ടത്തരാവും. എന്താണോ മനസ്സിൽ തോന്നിയത് അത് മടിക്കാതെ പറയൂ പാർവതി. എന്തുകൊണ്ടാ 1 കിലോയും 1/2 കിലോയും വേണ്ടെന്ന ആളുകൾ പറയുന്നത്? അത് വിറ്റ് പോകുന്നില്ല പാർവതി. 1 കിലോ യൂസ് ചെയ്യുന്നവര് 3/4 കിലോ തന്നെ അവരുടെ ഉപയോഗം കഴിയും. അതുകൊണ്ട് തന്നെ അവര് പുതിയത് വാങ്ങുന്നുമില്ല. ചെറിയ സ്പൂൺ കൊടുത്തതുകൊണ്ടാ അതിന്റെ ഉപയോഗം കുറഞ്ഞത്. വലിയ സ്പൂൺ കൊടുത്തു നോക്ക് വിശാൽ സർ. അവരറിയാതെ തന്നെ 1/2 കിലോയിൽ തീരേണ്ടത് 1.5 കിലോ ആവും. 3/4 കിലോയിൽ തീരേണ്ടത് 2 കിലോ കിട്ടിയാലും മതിയാവാതെ വരും. ഇനി പ്രത്യേകമായിട്ട് 1 സ്പൂണും കൂടി കൊടുക്കണം. വെൽ ഡൺ. ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസിഷൻ പാർവതി. ഫോറിൻ എഡ്യൂക്കേഷൻ കിട്ടിയവർ പോലും ചിന്തിക്കാത്ത രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നീ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. സൂപ്പർ ഐഡിയ മാഡം. ഇനിയിപ്പോ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട കാര്യവുമില്ല, പുതിയ മെഷീനും വാങ്ങണ്ട. ചുരുക്കി പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് കമ്പനി വീണ്ടും ലാഭത്തിലായി. താങ്ക് യു മാഡം. ഞങ്ങൾ പൊക്കോട്ടെ സാർ. വളരെ നന്ദിയുണ്ട് സാറുമാരെ, ഞങ്ങളെ പിരിച്ചു വിടാതിരുന്നതിന്. ഞങ്ങളെ പിരിച്ചു വിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും പട്ടിണിയായേനെ. ഞങ്ങളുടെ എല്ലാ വീടുകളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, രോഗികളെ കിടക്കുന്നവരുണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാഡത്തിന്റെ ബുദ്ധിയിൽ ശരിയായി. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദിയുണ്ട് സാറേ.
ശരി സാർ, വന്നോളൂ. ഓക്കേ, ഇനി നമുക്ക് പോയി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. വാ. ഇപ്പൊ മനസ്സിലായില്ലേ? അമേരിക്കൻ ഡോളറിന്റെ വാല്യൂ അറിയുന്നതോ, സെൻസെക്സിനെ പറ്റി അറിയുന്നതോ, ഇന്ത്യയുടെ GDP പറ്റി അറിയുന്നതോ ഒന്നും ഒരു വലിയ കാര്യമല്ല. അതൊക്കെ ആര് വിചാരിച്ചാലും പഠിക്കാവുന്നതേ ഉള്ളൂ. സിറ്റുവേഷൻ നോക്കി ബുദ്ധിപൂർവം പെരുമാറാൻ അറിയണം. മനസ്സിന് മനുഷ്യത്വം വേണം. പണം മാത്രമായിരിക്കരുത് ലക്ഷ്യം. അതെല്ലാം ഞാൻ പാർവതിയിൽ കാണുന്നു. 500 കോടി വിലമതിക്കുന്ന സ്വത്തുവകകൾ പാർവതിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് അവൾ 5 മിനിറ്റ് കൊണ്ട് തെളിയിച്ചു. ഇനി എനിക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് പോകാം. അതിനു മുൻപ് പാർവതി ഈ വിൽപത്രത്തിൽ ഒന്ന് സൈൻ ചെയ്യണം. അയ്യോ, ഈ 500 കോടിയുടെ സ്വത്തൊന്നും എനിക്ക് വേണ്ട ശ്രീദേവി. ജാസ്മിൻ പറഞ്ഞതുപോലെ എനിക്ക് ആ ആഭരണങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും ഒരു പിടിയുമില്ല. ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ല ശ്രീദേവി. സ്വർണ്ണ കിരീടം ഭാരമാണെന്ന് കരുതി അത് തലയിൽ വെക്കാതെ മാറ്റി വെക്കരുത് പാർവതി. അർഹതയുള്ളവർക്ക് കിട്ടുന്ന അംഗീകാരം അത്. വിശാലേട്ടന്റെ ഒറ്റ വാക്കിൽ തക്കതായ മറുപടി വന്നു കഴിഞ്ഞു. പാർവതി വരൂ. ഞാൻ കാനഡയിൽ നിന്ന് വന്നത് തന്നെ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാ. വരൂ. എനിക്ക് ലളിതാമ്മയോടൊന്ന് സംസാരിക്കണം. ഓഫ് കോഴ്സ്. ആ അമ്മ, പാർവതിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന്. ഓക്കെ. അമ്മേ, എവിടെയാ ഞാൻ ഒപ്പിടേണ്ടേ? വെരി ഗുഡ്. വാ. ഇവിടെ
എന്റെ അമ്മയും ഗായത്രി ആന്റിയും ആഗ്രഹിച്ച പോലെ ഇനി മുതൽ ഈ നിൽക്കുന്ന പാർവതിയാണ് ഈ സ്വത്തുകളുടെ എല്ലാ അവകാശി. വാങ്ങിച്ചു? അതെ, ഈ ജാസ്മിനെ എങ്ങനെയോട് നിർത്തിയാൽ ശരിയാവില്ല.